എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാ ബൊട്ടിക് കൊമ്പിടിഞ്ഞാമാക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷനുകൾ കാണാം. ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വരുന്ന ബാഗ്, ഇങ്ങനത്തെ ബാഗ് ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിരിക്കുന്നതാണ്. പക്ഷേ കസ്റ്റമേഴ്സ് എല്ലാവരും വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട ഒരു ബാഗായിരുന്നു ഇത്. ക്ലോത്ത് ബാഗാണ്, പക്ഷെ ഇത് വാട്ടർ പ്രൂഫ് ആണ്. ഈ മെറ്റീരിയൽ ഇതിൽ ഇച്ചിരി വെള്ളമൊക്കെ ആയാലും ഇതിൽ ഒരു കേടും പറ്റില്ല. നമുക്ക് തന്നെ കഴുകാൻ പറ്റുന്ന ബാഗാണ്. ഇന്ന് കാണിക്കുന്ന ഇങ്ങനത്തെ ബാഗുകൾ ഉണ്ടല്ലോ, ഇതിന്റെ പാറ്റേൺ പല പല പാറ്റേൺ ആണ്. ഞാൻ കാണിക്കാം ഓരോ പാറ്റേണുകളും. ഏത് ബാഗ് ആയാലും ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 380, 380. അപ്പോ ആദ്യം കാണിക്കുന്ന ബാഗ് എന്ന് പറയുന്നത് ഇതുപോലെ ഫ്രണ്ടിലാണ് ഒരു പൗച്ച് വരുന്നത്. ഇതുപോലെ ചെറിയൊരു ഫ്ലാപ്പ് നിൽക്കുന്നതിന്റെ ഉള്ളിലാണ് ഇതിന്റെ സിബ് വരുന്നത്. അതുകൊണ്ട് സിബ് അങ്ങനെ പെട്ടെന്ന് കാണില്ല. ഇതിന്റെ സൈഡിൽ ഇതുപോലെ വെള്ളം കുപ്പി അങ്ങനെയൊക്കെ വെക്കാനായിട്ടുള്ള 2 സ്പേസ് ഉണ്ട്. ഈ കളർ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറാണ് കേട്ടോ. ഇതില് ഇതുപോലെ 2 വള്ളി നമുക്ക് തോളിലിടാനോ അല്ലെങ്കിൽ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കാനോ പറ്റുന്ന തരത്തില്, പിന്നെ 2 സ്ലിങ് നീളത്തിൽ ഇടണം എന്നുള്ളവർക്കുള്ള സ്ലിങ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇത് നമുക്ക് ലെങ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിപ്പോ മടക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് അതുപോലെ നീളം കുറവാണെന്ന് നമുക്ക് തോന്നുന്നത് കേട്ടോ. ഇത്രയ്ക്ക് നീളത്തിന് കിട്ടും. ഇത്രയും നീളമുള്ള സ്ലിങ് ആണ് ഇതിന്റെ ഉള്ളിലിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ വെച്ച് തയ്ച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ടോ, ഇതൊക്കെ നല്ല വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. ഇത്രയ്ക്ക് സ്പേസ് ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ഇതിന്റെ ഒരു സൈഡിൽ ഒരു സിബും പോക്കറ്റും വീണ്ടും ഉണ്ട്. ഇതിന്റെ വ്യൂ വരുന്നത് ഇതുപോലെയാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, ഫ്രണ്ടിലത്തെ ഡിസൈൻ ഇത് ഇങ്ങനെ. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇനി അടുത്തൊരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതിന് സൈഡില് വെള്ളം കുപ്പി വെക്കാനുള്ളതൊന്നുമില്ല. അടുത്തത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. ഇതുപോലെ തന്നെ ഫ്രണ്ടില് ഒരു ഒരു പോക്കറ്റ് ഫ്രണ്ടിലുണ്ട്. ഈ ഫ്ലാപ്പിന്റെ ഉള്ളിലാണ് ഇതിന്റെ സിബ് ഇരിക്കുന്നത്. പിന്നെ സെന്ററില് ഇതുപോലെ തന്നെ ലോങ് സ്ലിംഗ് ഉണ്ട്, ചെറിയ സ്ലിംഗ് ഉണ്ട്. ഇത്രയ്ക്ക് സ്പേസ് ഇതിനുണ്ട്. പിന്നത്തെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ നേരത്തെ കാണിച്ചതിന് ഇതുപോലെയുള്ള ഫ്ലാപ്പിന്റെ ഉള്ളിൽ സിബ് ആയിരുന്നു. പക്ഷെ ഇതിന്റെ വരുന്നത് ഇതൊരു പ്രസ് ബട്ടൺ ആണ്. കണ്ടോ, ഇതുപോലെ അടച്ചു വെക്കുക. പിന്നെ ഇതിന്റെ സൈഡിലും വെള്ളം കുപ്പി വെക്കാനുള്ളതൊക്കെ ഉണ്ട്. ഇതിന്റെ ഉള്ളില് ചെറിയ സ്ലിങ്ങും വലിയ സ്ലിങ്ങും ഇത്രയ്ക്ക് സ്പേസ് ആണുള്ളത്. സൈഡില് ഒരു സിബ് പോക്കറ്റ്. പിന്നെ വരുന്ന ഈ പാറ്റേണില്, ഇപ്പൊ ഞാൻ കാണിച്ച പാറ്റേണിൽ വരുന്ന കളേഴ്സ് ആണ് ഒരു മൗ ഷെയ്ഡ് ഉണ്ട്, ഒരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത പാറ്റേൺ കാണാം. നെക്സ്റ്റ് ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നല്ലൊരു സീ ബ്ലൂവും സീ ഗ്രീനും കൂടി കലർന്ന ഒരു കളർ, നല്ലൊരു ഷെയ്ഡാണ്. ഇതിന്റെ പാറ്റേൺ കണ്ടോ, ഇതുപോലെയാണ് ഫ്രണ്ടിൽ വരുന്നത്. എന്നിട്ട് ഫ്രണ്ടിലത്തെ ഉള്ള ഫ്ലാപ്പിന് ഇങ്ങനെയാണ് ഇങ്ങനെ പ്രസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, പ്രസ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. എന്നിട്ടാണ് ഈ പൗച്ചല്ല പോക്കറ്റ് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതുപോലെയാണ്. പിന്നെ ഇതിന്റെ 2 സൈഡിലും വെള്ളം കുപ്പിയൊക്കെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിന്റെ സെന്ററിൽ നീളത്തിൽ ഇടേണ്ടവർക്ക് പറ്റിയ സ്ലിങ് ഇതിന്റെ ഉള്ളിൽ വേറെ ഉണ്ട്. ഇത് ചെറിയ വാറാണ്. ഇതിന്റെ ഉള്ളില് ഇത്രയും സ്പേസ് ആണ് വരുന്നത്. സൈഡില് ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇപ്പൊ ഈ പാറ്റേണില് ഫസ്റ്റ് വരുന്നത് സീ ബ്ലൂവും സീ ഗ്രീനും കൂടി കലർന്ന നല്ലൊരു ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിന്നത്തത് ഒരു നേവി ബ്ലൂ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ഷെയ്ഡ്. ഇത് ഒരു ലാവൻഡറിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഈ പാറ്റേൺ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. പാറ്റേണിൽ വന്നിരിക്കുന്നത് ഫ്രണ്ട് സൈഡ് ഇതുപോലെയാണ്. ഇതില് പുറമെ ഇത്രയും നേരം കാണിച്ച ബാഗുകളിലൊക്കെ പുറമെ ഒരു പൗച്ച് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു പൗച്ചല്ല, ഒരു പോക്കറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പോക്കറ്റ് ഇല്ല. ഈ ഒരു ഡിസൈൻ മാത്രമാണ് ഫ്രണ്ടിലുള്ളൂ. പക്ഷെ ഇതിന് ഒരു എക്സ്ട്രാ പൗച്ച് കൂടി ഇതിൽ വരുന്നുണ്ട്. കണ്ടോ, ഒരു എക്സ്ട്രാ പൗച്ച് ഉണ്ട്. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും സെയിം തന്നെ. ഇങ്ങനെ ഒരു ചെറിയ വാറ്, നീളത്തിലിടാനായിട്ടുള്ള വലിയൊരു സ്ലിങ് ഇതിന്റെ ഉള്ളിലുണ്ട്. ഇതിന്റെ സൈഡിലത്തെ പോക്കറ്റ് സിബ് വിത്ത് ഒരു പോക്കറ്റും ഉണ്ട്. ഇത് ഉള്ളിലൊക്കെ വെച്ച് തയ്ച്ചിരിക്കുന്ന മെറ്റീരിയൽ കണ്ടോ, ഇതൊക്കെ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. പുറത്തെ മെറ്റീരിയലും വാട്ടർ പ്രൂഫ് ആണ്. എന്തെങ്കിലും അഴുക്കൊക്കെ ആയാലും നമുക്ക് തന്നെ കഴുകാൻ പറ്റുന്നതാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഇനി അതിൽ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡാണ് ഈ ഗ്രേ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് പിസ്ത ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ബ്ലാക്ക് ഷെയ്ഡ്.
അപ്പൊ ഇത്ര ഷെയ്ഡുകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നത്. എല്ലാത്തിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 380. നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് കണ്ടോ, ഇത് ഒരു സീ ബ്ലൂ അല്ല സീ ഗ്രീൻ അല്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ഇതിന് സൈഡിൽ വന്നിരിക്കുന്നത് വേറെ ഒരു കളറ് തുണിയാണ് വന്നിരിക്കുന്നത്, ഈ വെള്ളം കുപ്പി വെക്കാനായിട്ട് സൈഡിലുള്ളത്. അതുപോലെ തന്നെ ഒരു ഫാൻസി ആയിട്ട് ഒരു പോക്കറ്റ് പോലെയാണ് ഇത് ഇവിടെ, അങ്ങനത്തെ തന്നെ ഒരു മെറ്റീരിയൽ ആണ് ഇവിടെയും വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ഇവിടെ പ്രസ് ചെയ്യുക, ഇത് ഊര, ഇവിടെയും പ്രസ് ചെയ്യുക, ഇത് ഊര്, അപ്പോഴാണ് ഇതിന്റെ ഉള്ളില് ഈ പോക്കറ്റ് വരുന്നത്. പിന്നെ ഇതിന്റെ അത് കൂടാതെ ഇത് കണ്ടോ, സൈഡില് ഒരു സിബും പോക്കറ്റും വേറെ ഉണ്ട്. ഇവിടെയും കുറച്ച് എന്തെങ്കിലും നമുക്ക് ചെറിയ എന്തെങ്കിലും പേപ്പറിൽ എന്തെങ്കിലും എഴുതിയതൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെക്കാം. പിന്നെ ഇതിന്റെ ചെറിയ വള്ളി, നീളത്തിലുള്ള സ്ട്രിങ്, സൈഡിൽ ഒരു സിബ്, പോക്കറ്റ്, ഇത്ര സ്പേസ് ആണ്. ഒരു A4 സൈസ് പേപ്പർ വെക്കുന്ന അത്രയും നീളത്തിലുള്ളത്. അങ്ങനത്തെ വലിയ ബുക്കുകളും ഒക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു ബാഗ് ആണിത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. അപ്പൊ ഈ പാറ്റേണില് ആകെ രണ്ട് പീസാണുള്ളത്. പാറ്റേണിന് ഒരു വ്യത്യാസം കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. ഇതിൽ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ. അപ്പൊ ഇങ്ങനെ 2 ഷെയ്ഡിലാണ് ഈ ഡിസൈനിലുള്ള ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 380. ഈ പാറ്റേൺ എന്ന് പറയുന്നത് കണ്ടോ, ഇതൊരു ലാവൻഡറിന്റെ ഒക്കെ ഒരു ഷെയ്ഡാണ്. ഇതില് ഒരു ഭാഗത്തുള്ള പോക്കറ്റ് ഇതാ ഇങ്ങനെ, പിന്നത്തത് ഒരു പ്രസ് ബട്ടൺ. ഇതെല്ലാം സെയിം ബാഗുകൾ തന്നെ. ഇത് ഓരോ ഡിസൈനിൽ മാത്രം ഒരു ചേഞ്ച് വന്നിരിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഇതിന്റെ സൈഡിൽ വെള്ളം കുപ്പി വെക്കാനുള്ള ഓപ്ഷൻ ഇല്ല. 2 വാറ് നീളത്തിൽ ഇടാനുള്ളതും ചെറിയ വാറും. അത് കൂടാതെ ഇതിന്റെ ഉള്ളില് ഒരു ചെറിയൊരു സിബും ഒരു പോക്കറ്റും ഇതിന്റെ ഉള്ളിലും ഉണ്ട്. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ വ്യൂ വന്നിരിക്കുന്നത്. ഇതിന്റെയും റേറ്റ് വരുന്നത് 380 രൂപ. ഇപ്പൊ ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു പർപ്പിളും ലാവൻഡറും കൂടി മിക്സ് ചെയ്തൊരു ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് പൗഡർ ബ്ലൂ ഷെയ്ഡ്. ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ പാറ്റേൺ അവൈലബിൾ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ബാഗ് വന്നിരിക്കുന്നത് നമുക്ക് ജോലിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ബാഗാണ്, യാത്രയ്ക്ക് പോകുമ്പോഴും കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. ഇത് ക്യാച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ വരുന്ന ബാഗുകളാണ്. ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ കണ്ട, ഇതാ ക്ലോസർ വ്യൂ ഇതുപോലെയാണ്. പകുതിന്ന് ഇങ്ങോട്ട് ഇതുപോലെ നല്ലൊരു പാറ്റേണിലാണ് അത് വന്നിരിക്കുന്നത്. ഇതിന്റെ ഈ കൊളുത്തും കാര്യങ്ങളൊക്കെ കണ്ടോ. ബാക്ക് സൈഡ് ഇതാ പ്ലെയിൻ ആയിട്ട് ഇതിലൊരു സിബും പോക്കറ്റും. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നല്ലോണം സ്പേസ്, 3 കള്ളിയുണ്ട് കണ്ടോ. ഈ സൈഡിലും ഒരു കള്ളി, ഈ സൈഡിലും ഒരു കള്ളി ഉണ്ട്. പിന്നെ സെന്ററില് വേറൊരു കള്ളി. അങ്ങനെ 3 അറകളാണ് ഈ ബാഗിനുള്ളത്. ഇതിൽ നമ്മളുടെ 3 ഫോൾഡിന്റെ കുടയൊക്കെ കൊള്ളൂട്ടോ. ഞാൻ ഇതിലത്തെ പേപ്പർ എടുത്ത് കളയുമ്പോ ഇതിലത്തെ സെന്ററിലത്തെ കള്ളിയില് 3 ഫോൾഡിന്റെ കുട കൊള്ളും, വെള്ളം കുപ്പി കൊള്ളും, എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ വെക്കാൻ പറ്റും. ഇതിന്റെ സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇനി അത് കൂടാതെ സൈഡിലുള്ള കള്ളി, സൈഡിലത്തെ കള്ളി ഇത്രയുണ്ട്, ഈ സൈഡിലും ഇത്രയും കള്ളിയുണ്ട്. അപ്പൊ ഇങ്ങനെ 3 കള്ളികളുള്ള നല്ല, നമുക്ക് ഓഫീസിൽ പോകുമ്പോഴായാലും അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോഴായാലും കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ബാഗാണ്. ക്യാച്ചി ബ്രാൻഡിന്റെ ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 935. ഇപ്പൊ ഞാൻ ഫസ്റ്റ് കാണിച്ച കളർ എന്ന് പറയുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. പിന്നത്തെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഇതാ ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡ്. നമുക്ക് എന്തൊരു ഭംഗിയുള്ള ഷെയ്ഡാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ പിന്നത്തെ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ബീജ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു കൗഡൻ ഗ്രീൻ, കൗഡൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഡാർക്ക് ബോട്ടിൽ ഗ്രീനും അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ്, നല്ല ബാഗുകളാണ്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 935, 935. ബാഗ് ഇത് നാട്ടില് തന്നെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഓൺഗോ എന്ന് പറയുന്ന കമ്പനിയുടെ ബാഗുകളാണ്. ഇത് നമുക്ക് പക്ക ഒരു ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗുകളാണ്. ഇതിന് റേറ്റ് വരുന്നത് 670. ഫസ്റ്റ് കാണിക്കുന്ന കളറ് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. ഇതിനും 3 അറകളുണ്ട് കണ്ടോ. സൈഡിലൊന്ന്, സെന്ററിലൊന്ന്, ഇപ്പുറത്തെ സൈഡിലൊന്ന്, അങ്ങനെ 3 അറകളാണ്. ഇതിന്റെ ഉള്ളിലും നമുക്ക് 3 ഫോൾഡിന്റെ കുട വെക്കാം, വെള്ളം കുപ്പി വെക്കാം, അങ്ങനെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ് ഈ ബാഗും. ഇതിന്റെ സൈഡിലും ഒരു സിബും പോക്കറ്റും ഉണ്ട്. അതുപോലെ ഇപ്പുറത്തെ കള്ളികളിൽ നോക്കാണ് ഞാൻ സിബും പോക്കറ്റും ഉണ്ടോന്ന്. ഇല്ല.
സെന്ററിലെ കള്ളിയിൽ മാത്രമാണ് ഉള്ളിൽ ഒരു സിബ് ഉള്ളത്. ബാക്കി രണ്ട് സൈഡിലും ഉള്ളതിൽ സിബ് ഇല്ല. ഇത് നമുക്ക് നല്ലതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ട് ജോലിക്ക് പോകാൻ പറ്റുന്ന, ഇതൊക്കെ ഒരു പക്ക ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 670. ഇപ്പൊ ഞാൻ കാണിച്ചത് കാപ്പിപ്പൊടി കളറ്. ഇനി ഇതിൽ വന്നിരിക്കുന്ന കളർ എന്ന് പറയുന്നത് ഇതാ ഒരു ടർക്കോയിഷ് ബ്ലൂ ഷെയ്ഡ്, പിന്നെ ഇതിൽ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 670. കാണിക്കുന്നത് മൈക്കിൾ കോറിൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒറിജിനൽ അല്ലാട്ടോ, കോപ്പിയാണ്. പക്ഷെ ഫസ്റ്റ് കോപ്പിയാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാഗാണ്. ഇപ്പൊ ഇതിലെ സാധനങ്ങളൊക്കെ വെച്ച് നിറച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ് വരുന്നത്. ഇതിലത്തെ പേപ്പറുകളൊക്കെ എടുത്തു കളഞ്ഞതാണ് ഞാൻ ഈ ബാഗ്. അപ്പൊ ആദ്യം ഇത് കാണിക്കാം. ഇതൊരു നല്ലൊരു ബീജ് ഷെയ്ഡിൽ കാപ്പിപ്പൊടി കളറിലുള്ള ലെറ്റേഴ്സ് ആണ് MK എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ സ്ലിങ് വന്നിരിക്കുന്നത് നല്ലൊരു ബീച്ച് ഷെയ്ഡാണ്. ഇത് ഇവിടെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് കാരണം ഞാൻ അഴിച്ചിട്ടില്ലാന്നേ ഉള്ളൂ. നല്ല ലെങ്ത് ഉള്ള ഷോൾഡറിൽ ഇടാൻ പറ്റുന്ന അത്ര നീളമുള്ള വള്ളിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇങ്ങനെ. ഇത് ഒരു പ്രസ് ബട്ടൺ ആണ്. പ്രസ് ബട്ടൺ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പൗച്ച് ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പൊ ഈ പോക്കറ്റിൽ നമുക്ക് പൈസ മൊബൈലോ എളുപ്പത്തിന് എടുക്കാനായിട്ട് അതിൽ വെക്കാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ സെന്ററിൽ ഒരു സിബാണ്. ഈ സെന്റർ സിബ് തുറന്നു കഴിയുമ്പോൾ ഇത്രയ്ക്ക് സ്പേസ് ഉണ്ട്. ഇതിൽ നമുക്ക് 5 ഫോൾഡിന്റെ കുട വെക്കാം, 300 ml വെള്ളം കുപ്പി വെക്കാം, കണ്ണാടിക്കൂട്, മൊബൈൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. ഇതിന്റെ ഉള്ളിൽ ഒരു സിബും പോക്കറ്റും വേറെയുണ്ട്. ഇതിന്റെ ബാക്ക് സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും വേറെയുണ്ട്. ഇത് നമുക്ക് ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ബാഗേ അല്ല, നമുക്ക് യാത്ര പോകുമ്പോൾ ഫാൻസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഒരു സിംഗിൾ ട്രിപ്പ് ഒക്കെ നമ്മൾ പോകുന്ന സമയത്ത് ഡ്രസ്സ് ഒന്നും വെക്കാൻ പറ്റുന്നതല്ല, അല്ലാതെയുള്ള ചെറിയ സാധനങ്ങൾ വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. മൈക്കിൾ കോറിന്റെ ഫസ്റ്റ് കോപ്പിയിൽ വരുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 760. അപ്പൊ ആദ്യം ഞാൻ കാണിച്ചത് ഒരു ബീജും കാപ്പിപ്പൊടി കളറും ആയിരുന്നു. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ചെറുപയർ പച്ചയുടെ കളറാണ്. കണ്ടോ, ഇതിന്റെ സൈഡിലൊക്കെ ചെറുപയർ പച്ചയുടെ ലൈറ്റ് ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇങ്ങനെയാണ്. ഈ ഷെയ്ഡാണ് ചോക്ലേറ്റിന്റെ ലൈറ്റ് ചോക്ലേറ്റിന്റെ ഒക്കെ ഒരു ഷെയ്ഡ്. ഇത് ഇപ്പം 2 തരത്തിലുള്ള ബാഗ് കാണിക്കുന്നുണ്ട്. സെയിം തന്നെയാണ്, വില സെയിം ആണ്, ക്വാളിറ്റി സെയിം ആണ്. മൈക്കിൾ കോറിന്റെ ഫസ്റ്റ് കോപ്പിയാണ് കാണിക്കുന്നത്. ഒരെണ്ണത്തില് ഇതുപോലെയാണ് ഫ്രണ്ടിലത്തത് റൗണ്ടിൽ വന്നിരിക്കുന്ന ഡിസൈൻ ആണ്. ഞാൻ ആദ്യം കാണിച്ചത് സ്ക്വയർ ആണ്. കണ്ടോ, ഇതിന്റെ ഡിസൈനും ഇതിന്റെ ഷേപ്പിനും വ്യത്യാസം ഉണ്ടാവുന്ന ഞാൻ പറയണം. ആദ്യത്തത് ഇങ്ങനെ സ്ക്വയർ പോലെയാണ്, രണ്ടാമത്തത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പാണ്. അപ്പോ ആദ്യം ഞാൻ സ്ക്വയർ ഷേപ്പിലുള്ള കളറുകൾ കാണിക്കാം. ഈ കളർ ഉണ്ട്, പിന്നെ വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ്, പിന്നെ ഈ കളറിൽ ആണ് പിന്നെ വരുന്നത് ഈ ഷെയ്ഡ്. അതുപോലെ തന്നെയാണ് ഈ റൗണ്ടിലുള്ളതും ഇങ്ങനെ 3 ഷെയ്ഡ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ടോ, അപ്പോ ഈ ബാഗുകളുടെ എല്ലാം വില വരുന്നത് 760. ഇനി ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.